ക്ഷണിച്ചവരെ കൊണ്ട് കൈയടിപ്പിച്ച താരം ഹർദിക് പാണ്ഡ്യ. ഹർദിക് പാണ്ഡ്യയെ പോലെ കളിയാക്കലുകളും വിമർശനങ്ങളും കൂക്കിവിളികളും കേട്ട മറ്റൊരു ക്രിക്കറ്റ് താരമില്ല. ഗാലറി മുഴുവൻ അയാളെ കളിയാക്കിയപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പാണ്ഡ്യയാണ് IPL മുഴുവൻ കണ്ടത്. ബാറ്റിംഗിലും ബൗളിംഗിലും എല്ലാം പരാജയം. എന്തിനാണ് ലോകകപ്പിന് ഇയാളെ തിരഞ്ഞെടുത്തതെന്ന ചോദ്യങ്ങൾ ഉയർന്നു. എന്നാൽ വെറുപ്പുകളെയെല്ലാം പൂമാലയാക്കി വിമർശനങ്ങളെ പൂച്ചെണ്ടുകളാക്കി മാറ്റി അയാൾ. ഈ വേൾഡ് കപ്പിൽ എല്ലാ കളികളിലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച ഒരേ ഒരു കളിക്കാരൻ, അതാണ് ഹർദിക് പാണ്ഡ്യ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പരിഷ്കരിച്ച പുതിയ റാങ്ക് പട്ടികയിൽ 2020 ഓൾറൗണ്ടർമാരിൽ 1-ാം സ്ഥാനക്കാരനായി ഭാരതത്തിന്റെ ഹർദിക് പാണ്ഡ്യ. T20 ലോകകപ്പിലെ മികച്ച പ്രകടനമാണ് ഹർദിക്കിന് തുണയായത്. ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം ഓൾറൗണ്ടർമാരിൽ 1-ാമതെത്തുന്നത്. ശ്രീലങ്കയുടെ വാനഡു ഹസാരംഗയായിരുന്നു ഇതുവരെ 1-ാം സ്ഥാനത്ത്. T20 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഫൈനലിൽ 3 വിക്കറ്റ് ഉൾപ്പെടെ 11 വിക്കറ്റുകളാണ് ഹർദിക് നേടിയത്. 144 റൺസും നേടി. തന്റെ ക്രിക്കറ്റിംഗ് മികവ് കൊണ്ടും ഹെയർ സ്റ്റൈൽ, ഫാഷൻ, ആഡംബരത്തോടുള്ള താല്പര്യം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടും ഇദ്ദേഹം ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഹർദിക് പാണ്ഡ്യയ്ക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് വിജയത്തിലേക്ക് നടന്നു കയറിയ ഒരു ചരിത്രവുമുണ്ട്. ഹർദിക് പാണ്ഡ്യയുടെ പിതാവ് ഹിമാൻഷു പാണ്ഡ്യ ചെറിയ കാർ ഫിനാൻസ് ബിസിനസ് നടത്തുന്ന വ്യക്തിയായിരുന്നു. ക്രിക്കറ്റിനോട് അതിയായ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം തന്റെ 2 മക്കളായ ഹർദിക് പാണ്ഡ്യയുടെയും കൃണാൽ പാണ്ഡ്യയുടെയും ക്രിക്കറ്റിംഗ് മികവ് തിരിച്ചറിഞ്ഞു. ഈ മേഖല ഒരു കരിയറാക്കി മാറ്റാൻ അദ്ദേഹമാണ് ഇരുവരെയും പ്രോത്സാഹിപ്പിച്ചത്. എന്നാൽ പെട്ടെന്നുണ്ടായ സാമ്പത്തിക തകർച്ച കുടുംബത്തെ ആകെ ബാധിച്ചു. എന്നാൽ എന്ത് വന്നാലും നേരിടുമെന്ന മനോഭാവത്തിൽ ഹർദിക് പാണ്ഡ്യ പരിശീലനം തുടർന്നു. വരുമാനം നേടാൻ ഹർദിക്കിന്റെ പിതാവ് പലതരം ജോലികൾ ചെയ്തു. ഇതിനിടെ ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന് 2 തവണ ഹൃദയാഘാതം ഉണ്ടായി. 6 മാസത്തിന് ശേഷം 3-ാം തവണയും ഹൃദയാഘാതം വന്നു. എന്നാൽ കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചതിനാൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഈ സംഭവങ്ങൾ കുടുംബത്തെ ഗുരുതരമായ സാമ്പത്തിക ബാധ്യതയിലേക്ക് എത്തിച്ചു. 3 വർഷക്കാലം വിവിധ ടൂർണമെന്റുകൾ കളിച്ച ഹാർദിക്കും ക്രൂണാലിന്റെയും വരുമാനം കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോയത്. ആ കാലയളവിൽ 10 രൂപ പോലും ഇരുവർക്കും സൂക്ഷിച്ചു വെക്കാൻ ആവുമായിരുന്നില്ല. ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ഇരുവരും കഠിനാധ്വാനം ചെയ്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ പ്രശസ്തി നേടി. 2015-ൽ മുംബൈ ഇന്ത്യൻസ് ഹർദിക് പാണ്ഡ്യയെ 50 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കി. ഭക്ഷണത്തിന് പോലും പണം തികയാതിരുന്ന ഹാർദിക്കിന്റെയും കുടുംബത്തിന്റെയും ജീവിതം കേവലം 3 മാസങ്ങൾക്കകമാണ് മാറിമറിഞ്ഞത്. ഇന്ന് ഇയാളുടെ ആസ്തി കോടികളാണ്. കളിയാക്കിയവർക്ക് മുന്നിൽ തലയുയർത്തി അവരെ കൊണ്ട് കൈയടിപ്പിച്ചവൻ വേൾഡ് കപ്പുമായി മുന്നേറുകയാണ്. You are watching India's first NGO television, Malanadu TV India.